നമസ്കാരം, സൈക്കോപാത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെൻ്റെ വീഡിയോകൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെല്ലൈക്കൺ അമർത്തുക. അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുകയുള്ളൂ. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കീപാഡിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ കീപാഡ് വെച്ച് കീപാഡിൽ റീഡ് ചെയ്ത് നമ്മൾ സീരിയൽ മോണിറ്ററിൽ പ്രിൻറ്റ് ചെയ്തു. ഈ എപ്പിസോഡിൽ അത് നമ്മൾ ജസ്റ്റ് ഒരു LCDയും കൂടെ കണക്ട് ചെയ്ത് പ്രിൻറ്റ് ചെയ്ത് കാണിക്കാനാണ് പോകുന്നത്. അപ്പം നമ്മളിപ്പോൾ നിലവിൽ ഉപയോഗിക്കുന്നത് I2C കമ്മ്യൂണിക്കേഷൻ എനേബിൾ ആയിട്ടുള്ള ഒരു LCD ആണ്. അപ്പോൾ ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയ വീഡിയോ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ആദ്യം ആ വീഡിയോ കാണുക. അതേപോലെ തന്നെ ഇതിന് തൊട്ട് മുമ്പത്തെ എപ്പിസോഡും കണ്ടിരിക്കണം, എന്നാലും നിങ്ങൾക്ക് കീപാഡിനെ പറ്റി മനസ്സിലാവും. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ കണക്ഷനിലേക്ക് കടക്കാം. ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യുന്നു. അതേപോലെ VCC 5 വോൾട്ടിലേക്ക് കണക്ട് ചെയ്യുന്നു. പിന്നെ സീരിയൽ ക്ലോക്ക് A5ലേക്കും സീരിയൽ ഡാറ്റ A4ലേക്കും കണക്ട് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കണക്ഷൻസ് എന്ന് പറയാനായിട്ട്. LCD ഇങ്ങനെ ഇരിപ്പുണ്ട്. ഇവിടെ LCD വെക്കുന്നു, ഇവിടെ കീപാഡ് വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ കോഡിംഗ് പാർട്ടിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം ലിക്വിഡ് ക്രിസ്റ്റലിൻ്റെ ലൈബ്രറി ഇൻക്ലൂഡ് ചെയ്യണം. ഹാഷ് ഇൻക്ലൂഡ് I2C.h. ലൈബ്രറി ഇൻക്ലൂഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഒബ്ജക്റ്റ് ഉണ്ടാക്കണം. ഒബ്ജക്റ്റ് LCD. അപ്പം ഇതിൽ അഡ്രസ്സാണ് 0x3F എന്ന് പറയുന്നത്. അപ്പോൾ അഡ്രസ്സ് നമുക്ക് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫയലിൻ്റെ ഉള്ളിൽ പോയിട്ട് എക്സാമ്പിൾസിൻ്റെ ഉള്ളിൽ വയർ എന്ന് പറഞ്ഞൊരു ലൈബ്രറിയുടെ എക്സാമ്പിൾസ് ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ അത് കണ്ടുപിടിക്കണം. വയർ എന്ന് പറഞ്ഞ എക്സാമ്പിളിൽ I2C സ്കാനർ കൊടുത്തിട്ട് ജസ്റ്റ് കോഡ് അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് ആ കോഡിൻ്റെ സീരിയൽ മോണിറ്റർ എടുക്കുക. അത് നമുക്ക് കണ്ടോ I2C ഡിവൈസ് ഫോണ്ട് ആയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അഡ്രസ്സ് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ അഡ്രസ്സ് 0x3F തന്നെയാണ്. അതായത് 3F ആണ്. 0x എന്ന് പറഞ്ഞാൽ ഹെക്സ ഇതാണ്. ഓക്കെ, അങ്ങനെ ഞാനത് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. സംഗതി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് LCDയുടെ റെസല്യൂഷൻ കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് LCD.begin 16,2 എന്ന് നമ്മൾ കൊടുക്കുന്നു. ഇനി നമുക്ക് സ്ക്രീനിൽ എന്താണോ ഇതാകുന്നത് അങ്ങ് പ്രിന്റ് ചെയ്ത് കാണിച്ചാൽ മതി. ഇപ്പോൾ LCD.printൻ്റെ ഉള്ളിൽ നമ്മൾ റീഡ് കീ കൊടുത്താൽ മതി. ഓക്കെ, അതിന് മുമ്പ് LCD.clear കൊടുക്കാം. ഓക്കെ, നമ്മൾ ഇനിയും റീഡ് ചെയ്യുന്ന എന്തോ അത് നമ്മുടെ ഡിസ്പ്ലേയിൽ പ്രിന്റ് ആവും. ഓക്കെ, സ്ക്രീനിൽ 1 പ്രിന്റ് ആയിട്ടുണ്ട്. 2, 3, 4, 5. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് പ്രിന്റ് ആവുന്നത്. ഇനി നമുക്കിതെല്ലാം അങ്ങ് കണ്ടിന്യൂസ് പ്രിന്റ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ LCD ക്ലിയർ അങ്ങ് ഒഴിവാക്കിയാൽ മതി. ഓക്കെ, ഇനി കണ്ടിന്യൂസ് പ്രിന്റ് ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9. ഇങ്ങനെ നമുക്ക് പ്രിന്റ് ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നോർമലി നമ്മൾ പ്രിന്റ് ചെയ്യിക്കുന്നത്. എല്ലാം നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു പ്രോഗ്രാമിനെ കുറച്ചുകൂടി നല്ല രീതിയിലാക്കാം. അതായത് ഇപ്പം എനിക്കൊരു ഇതിൽ നിന്ന് എൻ്റർ ചെയ്യുന്നത് ഒരു സ്ട്രിങ് റീഡ് ചെയ്യണം എന്ന് കരുതുക. അതായത് ഇപ്പം എങ്ങനെയാ പറഞ്ഞുതരാം ഞാൻ കുറച്ചുകൂടി ക്ലിയർ ആക്കിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു സംഗതി ടൈപ്പ് ചെയ്യാമെന്ന് കരുതാം. ഞാൻ എന്തെങ്കിലും ഹാഷ് ടൈപ്പ് ചെയ്യുന്നത് വരെ ഉള്ള സ്ട്രിങ് റീഡ് ചെയ്യുക. ഇപ്പം ഞാൻ 1, 2, 3, 4 A B ഹാഷ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വേരിയബിളിൻ്റെ അകത്തേക്ക് അല്ലെങ്കിൽ എൻ്റെ റീഡിൻ്റെ ഉള്ളിലേക്ക് 1, 2, 3, 4 A B വന്നു. അതായത് ഹാഷ് എന്ന് പറഞ്ഞ സംഗതി
നമ്മൾ റീഡ് ചെയ്ത് കഴിഞ്ഞു എന്ന് സൂചിപ്പിക്കാനായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു കോഡ് എഴുതി നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇത് സ്റ്റോർ ചെയ്യുവാനായിട്ട് നമുക്ക് ഒരു വേരിയബിളിന്റെ ആവശ്യമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ക്യാരക്ടർ ആയിട്ടാണല്ലോ റീഡ് ചെയ്യുന്നത്. കണ്ടോ, റീഡ് കീ എന്ന് പറയുന്നത് ക്യാരക്ടർ ആണല്ലോ. അപ്പോൾ ഈ ക്യാരക്ടർ സംഗതിയെ നമുക്ക് റെഡിയാക്കാനായിട്ട് നമുക്കൊരു ക്യാരക്ടർ ഉണ്ടാക്കാം, ക്യാരക്ടർ അറേ ഉണ്ടാക്കാം. ക്യാരക്ടർ അറേ എന്ന് പറയുന്നത് ഇപ്പം റീഡ് മെസ്സേജ് അല്ലെങ്കിൽ റീഡ് നമ്പർ, ഓക്കെ, റീഡ് നമ്പർ എന്നോ റീഡ് മെസ്സേജ് എന്നോ എന്തും നമുക്ക് കൊടുക്കാം. റീഡ് ചെയ്യുന്ന നമ്പറാണ്, അല്ലെങ്കിൽ നമ്പർ എന്ന് കൊടുക്കാം. അപ്പോൾ നമ്പർ റീഡ് ചെയ്യാനുള്ള ആദ്യം ഉണ്ടാക്കാം, നമ്പർ. എന്നിട്ട് ഈ നമ്പർ എത്ര അക്കമുള്ള നമ്പർ ആവണം എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. തൽക്കാലം നമ്മൾ ഏതായാലും അധികം കാര്യമായിട്ടൊന്നും നീളില്ല, നമുക്ക് മാക്സിമം ലെങ്ത് ആയിട്ടൊരു 20 കൊടുക്കാം. ഓക്കെ, 20 മാക്സിമം ഉള്ള ഒരു നമ്പറാണ് റീഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് റീഡ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കാം. ഫംഗ്ഷൻ ഉണ്ടാക്കാനായിട്ട് ഫംഗ്ഷൻ ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്താണ് എങ്ങനെയാണ് ഫംഗ്ഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ വോയിഡ് റീഡ് നമ്പർ എന്ന് പറഞ്ഞാണ് ഫംഗ്ഷന്റെ പേര്. അപ്പോൾ ഈ ഫംഗ്ഷൻ നമുക്ക് ജസ്റ്റ് ഈ ക്യാരക്ടർ അറേയെ റിട്ടേൺ ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഇവിടെ ക്യാരക്ടർ അറേ പാസ് ചെയ്യണം. അപ്പോൾ നമ്പർ 20 എന്ന് കൊടുത്തു. അപ്പോൾ ക്യാരക്ടർ അറേ പാസ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഈ നമ്പർ നമ്മൾ റീഡ് ചെയ്യാൻ പോവാണ്. റീഡ് ചെയ്യാനായിട്ട് ഉള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് അങ്ങോട്ട് കോപ്പി ചെയ്യുന്നു. എന്നിട്ട് ഇത് LCDയിൽ പ്രിന്റ് ചെയ്യുന്നതിന് പകരം ഞാനിവിടെ വേറൊരു ഐറ്ററേറ്റീവ് വേരിയബിളും കൂടെ ഉണ്ടാക്കുവാണ്, ഒരു ലൂപ്പ് ഉണ്ടാക്കുവാണ്. ഈ ലൂപ്പ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നെങ്കിൽ എത്ര ലിമിറ്റ് വരെയോ അല്ലെങ്കിൽ നമുക്ക് ഹാഷ് വരുന്നത് വരെയോ ലൂപ്പ് തന്നെ. അപ്പം നമുക്ക് ഡു വൈൽ ലൂപ്പ് ഉണ്ടാക്കാം. ഡു വൈൽ ലൂപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ലൂപ്പ് ഉണ്ടാക്കാം. ഡു വൈൽ ലൂപ്പ് ഉണ്ടാക്കുന്നു. ഡു വൈൽ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഈ ലൂപ്പ് എന്തായാലും ആദ്യം ലൂപ്പിന്റെ ഉള്ളിൽ കയറിയിട്ട് ലാസ്റ്റ് ആയിരിക്കും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഡു വൈൽ ലൂപ്പ് ഉണ്ടാക്കാം. എന്നിട്ട് ഞാൻ ഈ ക്യാരക്ടർ റീഡ് ചെയ്യാനുള്ള ഒരു സംഗതി കൊടുക്കുവാണ്, എങ്കിൽ റീഡ് കീ എന്നുള്ള ആ സംഗതി കൊടുക്കുവാണ് ഞാനിവിടെ. ഓക്കെ, ഈ ഒരു കോഡ് നമുക്ക് ഇങ്ങോട്ട് ഇടാം. റീഡ് കീ നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മൾ വൈൽ ലൂപ്പിന്റെ ഉള്ളിൽ റീഡ് കീ കൊടുത്തു. ഇനി ഈ കീ നമ്മൾ സീരിയൽ മോണിറ്ററിൽ പ്രിന്റ് ആവുന്നുണ്ട്. ഈ കീ ഹാഷ് ആണെങ്കിൽ മാത്രം റീഡ് കീ == ഹാഷ് അല്ലാത്ത പക്ഷം ഈ ലൂപ്പ് കണ്ടിന്യൂ ചെയ്യാനാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. അതായത് വേറൊന്നുമല്ല, നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം റീഡ് നമ്പർ കൊടുക്കുന്നു. റീഡ് നമ്പർ കൊടുത്തതിന് ശേഷം നമ്മൾ റീഡ് കീ ഗെറ്റ് കീ ഫംഗ്ഷൻ ഉപയോഗിച്ച് റീഡ് ചെയ്യുന്നു. ആ റീഡ് ചെയ്ത കീ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജസ്റ്റ് സീരിയൽ മോണിറ്ററിൽ പ്രിന്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കീയെ നമുക്ക് നമ്മുടെ ഈ നമ്പർ എന്ന് പറഞ്ഞ വേരിയബിളിന്റെ ഉള്ളിലേക്ക് സ്റ്റോർ ചെയ്യണം. അപ്പൊ നമ്പർ ഓഫ് ഐയുടെ വാല്യൂ നമ്മൾ കൊടുത്തിട്ടില്ല. i റീഡ് കീ എന്ന് നമ്മൾ കൊടുക്കുന്നു. അപ്പൊ നമ്പർ ഓഫ് റീഡ് കീ എന്നാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പം ഈ നമ്പർ ഓഫ് എന്ന് പറഞ്ഞ സംഗതി കുറച്ചുകൂടി അലൈൻ ചെയ്യാം. നമ്പർ ഓഫ് എന്ന് പറയുന്നതിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ നമുക്ക് യും കൂടെ ഉണ്ടാക്കാം. ഇൻറ്റ് i =0 എന്ന് കൊടുക്കുന്നു. എന്നിട്ട് ഇവിടെ ഒരു i++ ഇടുന്നു. i++. ഓക്കെ, അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ i 0 ആക്കി. ഇൻഡെക്സ് വാല്യൂ ആണ് i, അതായത് നമ്മൾ ക്യാരക്ടർ അറേയിലെ ഓരോ വാല്യൂസിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ടും ഡിനോട്ട് ചെയ്യാനായിട്ടും ഐഡന്റിഫൈ ചെയ്യാനായിട്ടുമാണ് ഈ i ഉപയോഗിക്കുന്നത്. അപ്പോൾ i ആദ്യം 0 ആണ്. i 0 ആയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ക്യാരക്ടർ ഇത് വെച്ച് റീഡ് ചെയ്യുന്നു. റീഡ് ചെയ്ത വാല്യൂ ചെക്ക് ചെയ്യുന്നു. അങ്ങനെ ഒരു വാല്യൂ നിലവിലുണ്ടെന്നുണ്ടെങ്കിൽ ആ സീരിയൽ മോണിറ്ററിൽ പ്രിന്റ് ചെയ്തതിന് ശേഷം നമ്പർ ഓഫ് i എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാരക്ടർ നമ്പറിന്റെ ഉള്ളിലെ ith ഇൻഡെക്സിലേക്ക് നമ്മളത് സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം എന്താവുന്നു, റീഡ് കീ എന്ന് പറഞ്ഞ ആ ഒരു സംഗതി അങ്ങോട്ട് സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം i ഒന്ന് വെച്ച് അപ്ഡേറ്റ് ചെയ്യുന്നു. അപ്പോൾ വീണ്ടും ഇതിങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമ്പർ അടുത്തടുത്തയിലേക്ക് വരും. എപ്പോൾ വരെ ഇത് റിപ്പീറ്റ് ചെയ്യും? ഹാഷ് വരുന്നവരെ.
അപ്പോൾ ഹാഷ് വന്നു കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കേണ്ടത് നമ്പർ ഓഫ് ഫൈല് നൾ ക്യാരക്ടർ തന്നെ. നൾ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ /0 ആണ്. അപ്പോൾ നൾ ക്യാരക്ടർ വന്നു. ഈ സ്ലാഷ് ആണോ? ഓക്കെ, /0 ആണ്, നൾ ക്യാരക്ടർ വന്നു. അപ്പം ഇത്രയാണ് നമ്മുടെ ബേസിക് ആയുള്ള ഒരു പ്രോഗ്രാം. ഇനി ഫംഗ്ഷൻ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സംഗതി ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഫംഗ്ഷൻ ജസ്റ്റ് കോൾ ചെയ്താൽ മതി. ആ ഫംഗ്ഷൻ റീഡ് നമ്പർ എന്നാണ് ഫംഗ്ഷൻ്റെ പേര്. റീഡ് നമ്പറിൻ്റെ ഉള്ളിൽ നമ്മൾ നമ്പർ എന്ന് കൊടുത്താൽ മതി. ഈ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വേരിയബിൾ ആണ്. ഈ വേരിയബിൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ജസ്റ്റ് അതൊന്ന് പ്രിന്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. സീരിയൽ ഡോട്ട് പ്രിന്റ് ln നമ്പർ. ഓക്കെ, ഇവിടെ വേറൊന്നുമല്ല, ഈ റീഡ് കീയുടെ ഡിക്ലറേഷൻ ആണ് എറർ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ റീഡ് കീയുടെ ഡിക്ലറേഷൻ നമ്മൾ ലൂപ്പിന്റെ ഉള്ളിൽ മാറ്റി ലൂപ്പിന്റെ പുറത്ത് കൊടുത്ത് നോക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ റീഡ് കീ ലൂപ്പിന്റെ പുറത്ത് ഡിക്ലെയർ ചെയ്തിട്ടാണ് ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് അപ്ലോഡ് ചെയ്യുന്നു. എന്നിട്ട് നമ്മളിവിടെ കൊടുക്കുവാണ് 1 2 3 ഹാഷ്. അപ്പോൾ കണ്ടോ, 1 2 3 ഹാഷ് വന്നിട്ട്. ഓക്കെ, ഇവിടെ ഹാഷ് കൂടി നമുക്ക് ആ ഒരു സ്ട്രിങ്ങിൽ വന്നിട്ടുണ്ട്. നമുക്ക് ആ ഹാഷ് ഒഴിവാക്കാം. എന്ന് വെച്ചാൽ ഹാഷ് വന്നപ്പം എക്സിറ്റ് ആയി, എന്നാൽ പോലും ആ ഒരു ഹാഷ് റീഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ഹാഷ് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഹാഷ് ആണോ എന്ന് ഒന്നുകൂടി ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ചെക്ക് ചെയ്യാം. ഇഫ് റീഡ് നമ്പർ, ഓക്കെ, ഇഫ് കീ നോട്ട് ഈക്വൽ ടു ഹാഷ്. ഇപ്പോൾ ഹാഷ് അല്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ഈ സ്റ്റേറ്റ്മെന്റ് നടന്നാൽ മതി. ഹാഷ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നടക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇപ്പം നമുക്കിനി ഒന്ന് നോക്കാം. നമുക്ക് നമ്മുടെ LCDയിലാണ് പ്രിന്റ് ചെയ്യേണ്ടത്. LCDയിലും കൂടെ പ്രിന്റ് ചെയ്യാം. LCD ഡോട്ട് പ്രിന്റ് നമ്പർ. ഇപ്പം LCDയിൽ നമുക്ക് പ്രിന്റ് ചെയ്യാം. കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ 1 2 3 4 5 6 ഹാഷ്. അപ്പോൾ 1 2 3 4 5 6 എന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഇതായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് വേറെ രീതിയിലും കൂടെ ഒന്നുകൂടി സീരിയൽ മോണിറ്റർ നോക്കാം. 1 2 3 4 5 6 ബി ഹാഷ് കൊടുത്തു, BD ഹാഷ് കൊടുത്തു. അപ്പോൾ അവിടെ 1 2 3 4 5 6 BD ഹാഷ് എന്നും കൂടെ വന്നു. പക്ഷെ എനിക്കിവിടെ നമ്പർ മാത്രം മതി. ഓക്കെ, അപ്പം നമ്പർ മാത്രം മതി എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ നമ്പർ അല്ലാത്ത എല്ലാം ഇതിൽ അവോയ്ഡ് ചെയ്യണം. അപ്പോൾ ഈ റീഡ് കീ നോട്ട് ഈക്വൽ ടു ഹാഷ് ആണെന്നുണ്ടെങ്കിലും, അതേപോലെ തന്നെ റീഡ് കീ ഹാഷ് അല്ലാതെ വേറെ ഏതും വരാം. നമുക്ക് ഏത് നമ്പരും ഇതിൽ പെടുത്താൻ പറ്റും. അപ്പോൾ ഓർ റീഡ് കീ A ആണെന്നുണ്ടെങ്കിലും, ഓർ റീഡ് കീ B ആണെന്നുണ്ടെങ്കിലും, ഓർ റീഡ് കീ C ആണെന്നുണ്ടെങ്കിലും, ഓർ റീഡ് കീ D ആണെന്നുണ്ടെങ്കിലും, ഓർ റീഡ് കീ സ്റ്റാർ ആണെന്നുണ്ടെങ്കിലും, ഇതേപോലെ തന്നെ നമുക്ക് ഈ ഒരു സ്റ്റെപ്പുകൾ അവോയ്ഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഇതിൽ ഹാഷോ എയോ ബിയോ സിയോ ഡിയോ സ്റ്റാറോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റീഡ് നമ്പർ എന്ന് പറഞ്ഞതിൻ്റെ അകത്തേക്ക് സ്റ്റോർ ചെയ്യുന്ന വാല്യൂ എന്താ, ഈ റീഡ് കീ വെച്ച് സ്റ്റോർ ചെയ്യുന്ന വാല്യൂ നമ്മൾ കുറയ്ക്കും. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് അപ്ലോഡ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. ഇപ്പം 1 2 3 4 5 6 A ഒക്കെ സീരിയൽ മോണിറ്റർ വരുന്നുണ്ട്. നമുക്ക് ഹാഷ് അടിച്ച് നോക്കാം. ഹാഷ് അടിച്ച് കഴിയാൻ നേരത്ത് ഓക്കെ, അതൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. എന്താണ് പ്രശ്നം? നമുക്കൊന്നുകൂടെ നോക്കാം.
ഓക്കെ, ഇവിടെ ആൻഡ് അല്ലായിരുന്നു, ഓർ അല്ല കൊടുക്കേണ്ടത്, ആൻഡ് ആണ്, എന്നാൽ മാത്രമേ വരത്തുള്ളൂ. നമുക്ക് ആൻഡ് കൊടുത്ത് നോക്കാം. ലോജിക്കലായിട്ട് പറ്റിയ ചെറു എററാണ് സംഭവം. നമുക്ക് ഇതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ മാത്രം, അതായത് ഒന്നെങ്കിൽ ഡി അല്ല, എ അല്ല, അല്ലെങ്കിൽ ഈ കാണുന്ന എല്ലാ സാധനവും അല്ല, ഹാഷും എയും ബിയും സിയും ഡിയും അതേപോലെ സ്റ്റാറും ഇതൊന്നും അല്ല നമ്മൾ എൻ്റർ ചെയ്തെങ്കിൽ മാത്രം അത് അക്സെപ്റ്റ് ചെയ്താൽ മതി. നമ്മൾ നേരത്തെ ഓറാ കൊടുത്തത്, ഓറാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്നായി, ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാലും വർക്ക് ചെയ്യും. പക്ഷേ ഈ ഒരു കേസിൽ അങ്ങനെയല്ല. ഇപ്പം ആൻഡ് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ആ ഒരു പ്രശ്നം മാറും. നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, 1 2 3 4 ബി സി. ഓക്കെ, ഞാൻ ഹാഷ് കൊടുക്കുവാണ്. ഹാഷ് കൊടുക്കാൻ നേരത്ത് നമുക്ക് സ്ക്രീനിൽ പ്രിന്റ് ആയതും ഡിസ്പ്ലേയിൽ പ്രിന്റ് ആയതും 1 2 3 4 ആണ്. ഹാഷും ബിയും സിയും ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനിയും ഈ ഒരു എപ്പിസോഡ് ഞാൻ ഈ ഒരു ഇത്രയും കാര്യങ്ങൾ കൊണ്ട് നിർത്തുവാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമ്മളെ ഇത് വെച്ചിട്ട് ചെറിയൊരു ലോക്കറാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നോർമലായിട്ടൊരു ലോക്കറിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും അതിൽ കാണും. പിന്നെ അത് നമുക്ക് കുറച്ചുകൂടി ലെങ്തി ആയിരിക്കും. ഒരൊറ്റ എപ്പിസോഡ് കൊണ്ട് ചിലപ്പോൾ ആ ലോക്കറിന്റെ പ്രോഗ്രാം നമുക്ക് എഴുതി തീർക്കാൻ പറ്റില്ലായിരിക്കും. ഇപ്പം 1 2 എപ്പിസോഡ് കൊണ്ടായിരിക്കും നമ്മളത് കവർ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിൽ നിന്നുള്ള എപ്പിസോഡുമായി ഇനി നമുക്ക് കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ ജയശങ്കർ രബി, സൈനിങ് ഔട്ട്. സീ യു.